ഒറ്റപ്പാലം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ പ്രേംകുമാറാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹം രാവിലെ തുടങ്ങിയ പ്രചരണ പരിപാടികളാണ്. ആ പ്രചരണ പരിപാടികൾ നമ്മൾ ചെറുതായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. തിരക്കേറിയ സമയമാണെന്നറിയാം. ലഘുഭക്ഷണം കഴിക്കൽ, രാവിലത്തെ ചായ കുടിക്കാനുള്ള ചെറിയൊരു ബ്രേക്കിൽ ഞാൻ വരുന്നതാണ്. എന്താണ് വിശേഷം തെരഞ്ഞെടുപ്പിൽ? പൊതുവെ നല്ല ആവേശകരമായ പ്രതികരണമാണ് പൊതുവിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥി ജനസമ്പർക്കം കഴിഞ്ഞ് പര്യടന പരിപാടി ഇന്നത്തോടെ ഒന്നാം ഘട്ടം സമാപിക്കുകയാണ്. വലിയ ആവേശമാണ് പൊതുവിൽ നമുക്ക് ഇടതുപക്ഷത്തോട് നല്ല താല്പര്യമുള്ള ഒരു അന്തരീക്ഷമാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ എത്ര മണിക്ക് ഇറങ്ങി? രാവിലെ നമ്മളൊരു 7 മണിക്ക് ഇറങ്ങും. 7 മണിയാണ് നമ്മുടെ ഒരു സമയം. ചായ കുടിക്കാം. എന്താണ് ശരിക്കും രാവിലത്തെ ഭക്ഷണമൊക്കെ? എന്ത് ഭക്ഷണം കൂടുതൽ ഇഷ്ടം? രാവിലെ യഥാർത്ഥത്തില് സംഘാടകർ തരുന്ന എന്ത് ഭക്ഷണം കഴിക്കുന്ന സ്ഥിതിയാണുള്ളത്. പൊതുവിൽ രാവിലെ വെച്ചാണ്, വെജിറ്റേറിയൻ ഭക്ഷണമാണല്ലോ നമുക്ക് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു 10 ദിവസത്തിനാണ്, ഒരു 16-ാം തീയതി നമ്മുടെ പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള എല്ലാ ദിവസവും അതാത് പ്രദേശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അവർ ഒരുക്കുന്ന ഭക്ഷണം, അത് എന്ത് ഭക്ഷണമായാലും അത് സന്തോഷത്തോടെ കഴിക്കുക. അതെ, സ്നേഹത്തോടെ തരുന്നത് സന്തോഷത്തോടെ കഴിക്കുക. അങ്ങനെ ഒരു രീതിയാണ്. രാവിലെ ഉച്ചയ്ക്കും സ്വാഭാവികമായിട്ടും മിക്കവാറും വൈകിട്ടും ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കലില്ല ഇപ്പോൾ 2 ആഴ്ചയായിട്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ എത്രത്തോളം ഉണ്ട് അണികളിൽ ഒരു പ്രതീക്ഷ? അത് വീടുകളിലൊക്കെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീടുകളിൽ ആളുകളിലൊക്കെ എത്തിപ്പെടുമ്പോൾ എന്താണ് പറയുന്നത്? നമുക്ക് വീടുകളിൽ പോകുന്നത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള വിവിധ തുറകളിലുള്ള അത്തരം പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരെ തന്നെ എല്ലാവരെയും കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് സ്വീകരണ കേന്ദ്രങ്ങളിലും അങ്ങനെ ആ നിലയിൽ തൊഴിലുറപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച ആളുകളെ കാണുന്ന നിലയിലാണ് നമ്മൾ പോകുന്നത്. പൊതുവെ നമ്മളോടൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു മണ്ഡലത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ താങ്കൾ മത്സരിക്കുമ്പോൾ താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി ഇന്ന് LDF-ലാണ്, എന്ന് മത്സരിക്കുമ്പോൾ താങ്കളുടെ കൂടെ നിന്ന ആൾ ഇപ്പൊ എതിർ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെ കാണുന്നത്? അതെ, ഞാൻ പറയുന്നത് അത് ഇടതുപക്ഷം എന്ന നിലയിൽ നമുക്ക് രാഷ്ട്രീയമായിട്ടല്ലേ കാര്യങ്ങളെ കാണാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇടതുപക്ഷം ആവണമെന്നാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ആവുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അന്ന് നമ്മോടൊപ്പം ഇല്ലാതിരുന്ന ഒരാൾ നമ്മുടെ പക്ഷത്തേക്ക് വന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ പക്ഷത്തുണ്ടായിരുന്ന ഒരാൾ അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ളതാണ് നമുക്കതിൽ പറയാനുള്ളത്. മറ്റ് സംഗതികൾ നമ്മൾ അങ്ങനെ പറയുന്നത് ഒരു ശരിയല്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഒന്നുകൂടി കനത്തപ്പോഴേ ശരിക്കും ഒരു വ്യക്തിഹത്യയിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നുണ്ടോ ഈ ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും? ഞാനൊരു വ്യക്തിഹത്യയിലേക്ക് അങ്ങനെ സ്ഥാനാർത്ഥി എന്നതിൽ പോയിട്ടില്ല. ജനങ്ങൾക്ക് അറിയാമല്ലോ. UDF സ്ഥാനാർത്ഥി പല മീഡിയകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവനെ കുറിച്ച് പറയാൻ താല്പര്യമില്ല, അങ്ങനെ ഒരു. അതെ, അത് അദ്ദേഹത്തിന്റെ ഒരു രീതി ആയിരിക്കും. നമ്മളിപ്പോ അതിനോട് പ്രതികരിക്കാൻ പോകുന്നത് ഒരു സുഖകരമല്ലല്ലോ. ഈ വർഷങ്ങളോളം LDF-ൽ നിന്ന ഒരാളാണ് ശ്രീ PK ശശി. അദ്ദേഹം എതിർ ഒരു പാർട്ടിയിൽ വന്ന് അദ്ദേഹത്തിന്റെ ഓൺ മണ്ഡലമായ ഒറ്റപ്പാലം മണ്ഡലത്തിൽ താങ്കൾക്കെതിരെ നിൽക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാവും ഒരു UDF-ന്റെ സാധ്യത ഈ ഒറ്റപ്പാലം മണ്ഡലം? UDF ഒരു നിലയിലും UDF-ന് ഒരു പ്രതീക്ഷ നൽകുന്ന മണ്ഡലമാണ് ഒറ്റപ്പാലം എന്ന് എവിടെ നിന്നും കേൾക്കുന്നില്ല. അതിനപ്പുറത്തുള്ള എന്തെങ്കിലും സംഗതി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ പ്രകാരം ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈയുള്ള മണ്ഡലമാണ് ഈ ഒറ്റപ്പാലം മണ്ഡലം. ഇപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 17,000-ന് മുകളിൽ വോട്ടിന്റെ മേൽക്കൈ ഇടതുപക്ഷത്തിനുണ്ട്. 3 മാസം മുമ്പല്ലേ ഇലക്ഷൻ നടന്നത്. അപ്പൊ അതിൽ നിന്നൊന്നും ഒരു വലിയ മാറ്റം പ്രതികൂലമായി ഇടതുപക്ഷത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ സർക്കാരിന്റെ വികസനക്ഷേമം എത്താത്ത ഒരു വീട് പോലും നമ്മുടെ കേരളത്തിലില്ല. അതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് പൂർണ്ണമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് നാം കരുതുന്നത്. മോനെ, കുറച്ച് ചട്നി വേണേ. ചട്നി കൊടുക്കണേ. ഇതിൽ ഏറ്റവും പിന്നെ വികസനങ്ങൾ തന്നെയായിരിക്കും ഇത്തവണ ഈ ഒറ്റപ്പാലം മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക. ആ വികസനത്തിലുള്ള ഒരു വോട്ടായിരിക്കും കെ പ്രേംകുമാറിന് ലഭിക്കുക, അല്ലെ? വികസനമുണ്ട്. നമ്മൾ കഴിഞ്ഞ 5 കൊല്ലം നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ പൂർണ്ണമായി നിന്നൊരാളാണ്. നല്ല ആത്മവിശ്വാസമുണ്ട്. നമ്മൾ ഏത് ഭാഗത്താണ് നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് MLA എത്താത്ത ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ? നമ്മൾ ഏതാണ്ട് 24/7 എന്ന് പറയുന്നില്ല, 12/7 എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് നിന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. നമ്മളിപ്പോ ആ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനം നമുക്ക് ജനങ്ങളിൽ നിന്ന് തിരിച്ചുണ്ട്. അപ്പൊ ആ നിലയിൽ ഞാൻ ഇപ്പോൾ MLA ആയപ്പോൾ മാത്രമല്ല, DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയി പ്രവർത്തിച്ച സമയം, BTB കോളേജിൽ SFIയുടെ കോളേജ് യൂണിയൻ ഭാരവാഹിയായ സമയം, നമ്മൾ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് നമ്മൾ നാട്ടിൽ നിൽക്കുകയല്ലേ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബന്ധം, സൗഹൃദം, ജനങ്ങളെ പേരെടുത്ത് വിളിക്കാനുള്ള പരിചയം, അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും സുഖവും നിശ്ചയമായി നമുക്കുണ്ട്.
സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് താങ്കളിലേക്ക് എത്തിപ്പെടാൻ വളരെ ഈസിയാണ്. ഏത് കൊച്ചുകുട്ടി മുതൽ വലിയ മുതിർന്ന ആളുകൾക്ക് വരെ ഒരു ചേട്ടനായും അല്ലെങ്കിൽ മകനായും ഒരു ആക്സസ് ഉണ്ട്. ജനമനസ്സുകളിൽ ജനനായകൻ എന്നൊക്കെ പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിലെ കുടുംബത്തെ പോലെയാണ് പ്രേമേട്ടനെ പലരും കാണുന്നത്. എങ്ങനെയാണ് ഇത്ര ആളുകളുടെ മനസ്സിലേക്ക് ചേക്കാറുള്ള ട്രിക്ക് എന്തായിരുന്നു? അല്ല, ഞാനതിൽ പ്രത്യേകിച്ചൊരു ട്രിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളതെല്ലാം ആത്മാർത്ഥമായി ചെയ്യുന്നതാണ്. നമ്മൾ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എന്നെ വീട്ടിൽ ഒരാൾ കാണാൻ വരികയാണ്. ഇൻസിഡന്റ് പറയാം. താങ്കളുടെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. കുറച്ച് ചെറുപ്പക്കാർ ചേർത്ത് ഒരു ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ വിളിക്കാന്ന് പറഞ്ഞ് എവിടെയുള്ളത് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു വീഡിയോ. നമ്മുടെ കടമ്പയിപ്പുറത്താണ്. കടമ്പയിപ്പുറത്ത് ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് വരികയായിരുന്നു. അപ്പൊ എവിടെയുള്ളതെന്ന് ചോദിച്ചിട്ട് വിളിച്ചത്. ഞാനതിൽ കാണുന്ന ഒരു കാര്യം, നമ്മൾ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റണം. എന്നെ കാണാൻ വന്ന ഒരാളെ ഞാൻ അരമണിക്കൂർ വീടിന്റെ കോലായിൽ ഇരുത്തിയാൽ സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലുണ്ടാവും. നേരെ മറിച്ച് ഞാൻ കുളിക്കാതിരിക്കാൻ നമ്മളിരുന്നു സംസാരിച്ചു അവരെ കൂടി ബോധ്യപ്പെടുത്തിയാൽ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. അരമണിക്കൂർ ഒരാളെ കാത്ത് വീടിനെ പുറത്തിരിക്കുന്നത്. അപ്പോൾ എന്നെ കാണാൻ വരുന്നവരും അത് ഇഷ്ടപ്പെടില്ല എന്ന തോന്നലിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. ഞാൻ ഒരാളുടെ കാര്യം പറയല്ല, ഏത് വിഷയത്തിലായാലും. അപ്പൊ നമ്മൾ എന്താണോ നമ്മുടെ നേതാക്കളിൽ നിന്ന് ജനപ്രതിനിധികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ ജനപ്രതിനിധികളാവുമ്പോൾ തിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമുള്ള സംഗതിയാണ്. ജീവിതം അതിനപ്പുറത്ത് വീണ്ടും ഉണ്ട്. അപ്പൊ MLA അല്ലെങ്കിൽ അത്തരം സ്ഥാനമാനങ്ങളൊക്കെ വരികയും തുടർന്ന് പോവുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തണം, സാമൂഹ്യ പ്രവർത്തനം നടത്തണം, മനുഷ്യരുമായിട്ട് ഇടപഴകണം. ആ ഒരു നിലയിലാണ് കാര്യങ്ങളെ കാണാറുള്ളത്. പല മണ്ഡലം എന്ന് പറയുന്നത് വളരെ പരന്നു കിടക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം ഒരറ്റം ഇവിടെയാണെങ്കിൽ മറ്റേ അറ്റം മറ്റൊരു സ്ഥലത്താണ്. എല്ലത്താണി മുതൽ പത്തിരിപ്പാല വരെയാണ് നമ്മുടെ മണ്ഡലം. നല്ല നമുക്ക് ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ എത്തിപ്പെടാൻ മണ്ണാർക്കാട് താലൂക്കിൽ ഒരു പഞ്ചായത്തുണ്ട്, തച്ചനാട്ടുകര. ആ നിലയിലുള്ള പ്രയാസം ഉണ്ട്. ഓടി എത്താൻ കഴിഞ്ഞിട്ടില്ലേ? ഉണ്ട്. നമ്മൾ ഓട്ടം തന്നെയാണ് സത്യത്തിൽ. എന്നിട്ടില്ല. അതെ. നമുക്ക് നല്ല നിലയിലുള്ള പ്രതികരണം തച്ചനാട്ടുകരയിലും കരിമ്പുഴയിലും ഒക്കെ UDF പഞ്ചായത്താണെങ്കിലും നല്ല നിലയിലുള്ള പ്രതികരണം. അപ്പൊ അവിടെ തച്ചനാട്ടുകരയിലൊക്കെ നടത്തിയ റോഡ് ഷോ, അത് ഒരു കിടിലൻ റോഡ് ഷോ ആയിരുന്നു. നല്ല റോഡ് ഷോ ആയിരുന്നു. ഞാൻ ഒരു റോഡ് ഷോയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ പറയല്ല. ഇത്തരം പ്രചരണ പരിപാടികളിലാണല്ലോ അണികളുടെ ആവേശവും അണികളുടെ സ്നേഹവും നമുക്ക് കാണാം. അതെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അമിത ആത്മവിശ്വാസമല്ല, നല്ല നിലയിലുള്ള ഒരു പോസിറ്റീവ് പ്രതികരണം പൊതുവിലുണ്ട്, നമുക്ക് കാണാൻ പറ്റും. BJPയുടെ NDA സ്ഥാനാർത്ഥി മേജർ രവി ആണല്ലോ. അപ്പൊ ഈ മേജർ രവി എത്രത്തോളം ഈ വോട്ടിംഗ് നില അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയ്ക്കുമോ അതോ BJPയുടെ ഒരു വളർച്ച കാണാൻ സാധിക്കും? BJPക്ക് വോട്ടുണ്ട് ഇവിടെ. വോട്ട് സ്വാഭാവികമായിട്ടും അവരൊരു വലിയ പണം ഇറക്കിയിട്ടുള്ള ഒരു പ്രചരണം പോലെയൊക്കെ തോന്നുന്നു എനിക്ക്. നല്ല നിലയിലുള്ള പ്രചരണം, അവരുടെ ഒരു സ്വാധീനത്തിന് അപ്പുറത്തുള്ള നല്ല പ്രചരണമൊക്കെ വന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് സുരേഷ് ഗോപി വരുന്നു, പ്രധാനപ്പെട്ട നേതാക്കൾ. അതെ, അതിനപ്പുറത്ത് നമുക്ക് ഒരു നമ്മൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് പോവുകയാണല്ലോ 2 ആഴ്ചയായിട്ട്. അപ്പൊ അതിനപ്പുറത്ത് BJPയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതൊക്കെ അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു ധാരണ എനിക്ക് ഇപ്പോഴില്ല മണ്ഡലത്തിൽ. ഒരു കാര്യം ഉറപ്പാണ്, BJP എന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നന്നായി നടത്തുന്നുണ്ട്. പക്ഷെ ഇടതുപക്ഷത്തിനെ അതിന്റെ ജയസാധ്യതയൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാവും തോന്നുന്നില്ല. എല്ലാവരും പറയുന്ന ഒരു ത്രികോണ മത്സരമാണ് ഈ ഒറ്റപ്പാലത്ത് നടക്കുന്നത്. ശരിക്കും ഒരു ത്രികോണ മത്സരം ഒറ്റപ്പാലത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്? ഞാനത് വസ്തുതാപരമായിട്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ വിലയിരുത്താൻ പോകുന്നത് താങ്കളുടെ ഒരു പെർസ്പെക്റ്റീവ്. ത്രികോണ മത്സരമാവാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 മുന്നണികളാണല്ലോ, LDF-ഉം UDF-ഉം ആണല്ലോ പ്രധാനമായിട്ടും മത്സരം. അത് ആ നിലയിൽ തന്നെയാണ് ഞാനും കാണുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് വല്ല അണ്ടർ കറണ്ടും ഉണ്ടോ എന്നുള്ളത് ഒറ്റപ്പാലത്ത് ടൈറ്റ് അല്ല. LDF-നെ സംബന്ധിച്ച് ടൈറ്റ് അല്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് LDF അപ്പുറം താങ്കൾ 5 വർഷം ഇവിടെ MLA. അപ്പൊ താങ്കളുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളെപ്പോഴും നമ്മളുടെ കാര്യം മാത്രമല്ലേ പറയുള്ളൂ. നിങ്ങൾ കൂടി ഒന്ന് അന്വേഷിക്കുക, എന്താണ് ഒറ്റപ്പാലം മണ്ഡലത്തിലെ പൊതുസ്ഥിതി, പബ്ലിക്കിന്റെ ഒപ്പീനിയൻ. നിങ്ങൾക്കൊക്കെ വലിയ സാധ്യതകൾ ഉള്ളതാണല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ MLA എന്ന നിലയിലോ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു മേഖലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണെങ്കിൽ. ഒരു പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ പോലും അതിനടിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം പറയുന്ന റോഡിന്റെ വിഷയമായിരിക്കും അല്ലേ? പല റോഡിന്റെ ഏത് റോഡാ പറയുന്നത്? നമ്മളെ ഒറ്റപ്പാലം കോതൂർശ റോഡുണ്ട്. അത് പണി നടക്കല്ലേ, ഊരാളുകളാണല്ലോ വർക്ക് എടുത്തിട്ടുള്ളത്.
ഇപ്പൊ ചില പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ നിയന്ത്രണം നിൽക്കുന്നതല്ല. കാറിന്റെ ഒക്കെ വില യുദ്ധത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വല്ലാതെ വർദ്ധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്തായാലും ആ പണി ഒരു ഏപ്രിൽ മെയ് മാസം ഈ സീസൺ കഴിയുന്നതോടുകൂടി, നമ്മുടെ വേനൽക്കാലം കഴിയുന്നതോടുകൂടി മെയ് മാസത്തോട് കൂടിയിട്ട് അതിന്റെ പ്രധാനപ്പെട്ട പണികളെല്ലാം തീരും. പ്രശ്നമില്ല. താങ്കളുടെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് രാവിലെ ജിമ്മിൽ പോകുന്നത്, താങ്കളുടെ സ്റ്റോറി ഞാൻ കണ്ടിരുന്നത്. താങ്കൾ ജിമ്മിൽ പോകുന്നത്, അപ്പൊ റൊട്ടീനൊക്കെ മുടങ്ങിയിട്ടുണ്ടാവില്ലേ? അതെ അതെ, ജിമ്മിൽ പോക്ക് 2 ആഴ്ചയായിട്ട് മുടങ്ങി. ഇനി നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിയുന്ന രാവിലെ നേരത്തെ സ്വീകരണമൊക്കെ ആകുമ്പോഴേ വൈകി കിടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രാവിലെ നമുക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. ഈ എതിർ സ്ഥാനാർത്ഥികളെ എപ്പോഴെങ്കിലും പ്രചരണത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഇല്ല, നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ പറ്റിയിട്ടില്ല. കണ്ടാൽ എന്താ, സാധാരണയാണല്ലോ, അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ മത്സരമൊക്കെ. നമ്മളതിനെയൊക്കെ ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് പലരെയും. അതും നമുക്ക് വ്യക്തിപരമായ വിരോധം നമുക്ക് ആരോടും ഇല്ല, ഒരു വ്യക്തിയോടും വിരോധമില്ല. നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടുള്ളതെന്നുണ്ടെങ്കിലും നമ്മളൊരാളോട് മോശമായിട്ട് പെരുമാറാനൊന്നും ഇതുവരെ മെനക്കെട്ടിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ല. കെ പ്രേംകുമാറിന്റെ ഈ ഒറ്റപ്പാലമായിട്ട് കടമ്പഴിപ്പുറത്തുനിന്ന് ചായ കുടിക്കാൻ കയറിയപ്പോൾ ബേക്കറിയിൽ നിന്നും NDA സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നു നമ്മുടെ മണ്ഡലത്തിലെ. അദ്ദേഹമായിട്ട് അവിടെ സംസാരിച്ചു, ചായയെ കുടിച്ച് ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചാ പിരിഞ്ഞത്. അതെ അതെ, അറിയാൻ പറ്റിയില്ല. ഈ കെ പ്രേംകുമാറിന് ഒറ്റപ്പാലത്തെ സ്വീകാര്യത എന്താണ്? കഴിഞ്ഞ 2 ദിവസം മുന്നേ പിണറായി വിജയൻ മുഖ്യമന്ത്രി വന്നപ്പോൾ ആ വേദിയിൽ താങ്കൾ ഇരുന്നുള്ള വേദിയിൽ പിണറായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർഗവഞ്ചകനെന്നും വർഗവഞ്ചനാണ്. വലിയ രീതിയിലുള്ള ഒരു കയ്യടിയാണ് കിട്ടിയത്. താങ്കളത് ഭയങ്കര രസമായിട്ട് ചിരിക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ടായില്ല? PK ചേച്ചി പറയുന്നത് അത് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഒരു PK ചേച്ചി എന്നെ മറുപടി കൊടുത്തു, കണ്ടില്ല, ഉണ്ടോ മറുപടി കൊടുത്തു? എന്താ പറഞ്ഞ? എന്നെ അങ്ങനെ CPM-ന്റെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ ഉയർത്തി കാണിക്കുകയാണെങ്കിൽ, എന്നെ വർഗവഞ്ചകൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ ആ വർഗവഞ്ചകൻ തന്നെയാണെന്നാണ്. ഞാൻ പറയുന്നത് അതൊക്കെ അവരുടെ ഓരോരുത്തരുടെയും അവരുടെ ഒരു നിലപാടിന്റെ കൂടി ഭാഗമായി വരുന്ന ഒരു പ്രതികരണമാണല്ലോ. ഞാൻ അതിനോടൊക്കെ എല്ലാറ്റിനോടും ഞാൻ പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു മോശമായി പോകും. ജനങ്ങൾ വിലയിരുത്തുന്നതെല്ലാം ആരാണ് ശരി, ആരാണ് മികച്ചത് എന്നൊക്കെ ജനം വിലയിരുത്തും. അത് ഞാൻ ഒട്ടും അഹങ്കാരത്തോടെ പറയില്ല. നാട്ടിലെ ജനങ്ങൾക്കറിയാം നമ്മൾ എന്താണ്, എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെയാ ജീവിക്കുന്നത്, എന്താണ് നമ്മുടെ പെരുമാറ്റ രീതി എന്നൊക്കെ ജനങ്ങൾക്കറിയും. അപ്പോൾ അത് മനസ്സിലാക്കി ജനങ്ങൾ വിലയിരുത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ജനങ്ങൾ വോട്ടർമാരുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പോസ്റ്റർ ഇറക്കി, ഒരു പോളിംഗ് അവർക്ക് വേണ്ടി നമ്മൾ കൊടുത്തു. ആ പോളിംഗിലെല്ലാം ഒരു മികച്ച ഭൂരിപക്ഷത്തിൽ കെ പ്രേംകുമാർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ കമന്റാണ് ഏറ്റവും വലിയ രസം. ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞാലും, ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്, പക്ഷെ കുറഞ്ഞാലും ഞങ്ങളുടെ പ്രേമേട്ടം ജയിക്കും എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ. ഞാനതിൽ നമ്മുടെ ഒരു ഒറ്റയ്ക്കുള്ളൊരു ജയമൊന്നും ആയിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ എന്തോ ഒരു ഭയങ്കരമായ കഴിവ് കൊണ്ടാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. നമ്മളുടെ ഇവിടെയൊക്കെ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കാനും അവരുടെ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കാനും ഒക്കെ എത്രയെത്ര പ്രവർത്തകരാണ് ഇടതുപക്ഷത്തിനെന്നറിയോ. ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ 7 മണിക്ക് സ്വീകരണം വെക്കുകയാണ്. 7 മണിക്ക് സ്വീകരണ കേന്ദ്രത്തിൽ മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അമ്മമാർ, സ്ത്രീകളെല്ലാം പങ്കെടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാടിന്റെ ഒരു കൾച്ചറാണ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നത്. ഒരു സംസ്കാരമായി കാണുന്ന പ്രദേശം, അത്തരം ആളുകൾ ധാരാളം ഉള്ളൊരു നാട് കൂടിയാണ് നമ്മുടെ മണ്ഡലത്തിന്റെ മിക്ക പ്രദേശങ്ങളും. അതിൻ്റെയൊക്കെ ഒരു കരുത്താണ്. അല്ലാതെ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള എൻ്റെ ഒരു മാസ്മരികതയോ അല്ലെങ്കിൽ എൻ്റെ മാത്രം എന്തെങ്കിലും ഒരു കഴിവോ കൊണ്ടൊന്നുമല്ല. നമ്മുടെ പ്രവർത്തകരൊക്കെ താഴെ ജനങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനും പരിഹരിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുക, സ്വന്തം താല്പര്യത്തിനപ്പുറത്ത് ജനങ്ങളുടെ താല്പര്യത്തെ കാണുക, അതിൻ്റെയൊക്കെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ബന്ധവും സൗഹൃദമാണ്. അല്ലാതെ നമുക്ക് ഈ 2 ലക്ഷത്തിൽ പരം വരുന്ന ആളുകളെ എങ്ങനെ നമുക്കൊറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മുടെ 100 കണക്കിന് താഴെയുള്ള പ്രവർത്തകരാണ്. ഇപ്പൊ പ്രചരണം ആയിക്കോട്ടെ, നമ്മളൊന്നും ഒരു ബോർഡ് വെക്കാൻ ഒരു ചില്ലി പൈസ കൊടുത്തിട്ടില്ല. നമ്മുടെ ഒരു റോഡ് ഷോയും ഒരാൾക്ക് എണ്ണടിക്കാൻ പൈസ കൊടുത്തിട്ടല്ല. അവരുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് അവർ എണ്ണയടിച്ച് ബൈക്കിൽ റാലിക്ക് വരികയാണ്, റോഡ് ഷോയ്ക്ക് വരികയാണ്. അവർ ബോർഡ് വെക്കുന്നത് അവർ പണം പിരിച്ച് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പണം എടുത്ത് അവർ ബോർഡ് വെക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു രീതി നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് കൊണ്ടും അങ്ങനെ പ്രവർത്തകർ ഉള്ളത് കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റുന്നത്. അവരാണ് നമ്മുടെയൊക്കെ കാര്യം നോക്കുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. താങ്കളൊരു പ്രചരണ പരിപാടികൾ ഞാൻ കേട്ടൊരു കാര്യമാണ്, എനിക്ക് ഹാരാർപ്പണം വേണ്ട, അല്ലെങ്കിൽ ഷോള് വേണ്ട, പകരം ഒരു ബുക്കും പേനയും തന്ന. എന്താണ് അങ്ങനെ ഒരു? നമ്മളത് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഇന്നലെ കിട്ടിയപ്പോഴും ഏതാണ്ട് 400 റിബണുണ്ട്, ആ 10-30 മാലയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരാൾ സ്നേഹത്തോടെ നമ്മുടെ കഴുത്തിലിടുന്ന ഒരു റിബൺ നമുക്കത് കത്തിച്ച് കളയാൻ പറ്റില്ല. വേറെ ആർക്കും ഇത് ആവശ്യമില്ല. ഒരു റിബൺ 2 റിബണൊക്കെ. അപ്പോൾ ചില ദിവസം 800-1000 വരെ റിബൺ മുമ്പ് ഞാൻ സ്ഥാനാർത്ഥിയായ സമയത്ത് കിട്ടിയിട്ടുണ്ട്.
അത് യഥാർത്ഥത്തിൽ ഒരു വേസ്റ്റാണ്. അപ്പോൾ പക്ഷേ ആളുകൾ സ്നേഹത്തോടെ അവർക്ക് ചുരുങ്ങിയ ചെലവിൽ തരാൻ പറ്റുന്ന ഒരു സാധനം കഴുത്തിലിടാൻ പറ്റുന്ന നമ്മളെ വ്യക്തിപരമായി സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും ഒക്കെ തരുന്നതാണ്. പക്ഷേ അതിൽ മാത്രം നിൽക്കാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു ഷാൾ വാങ്ങാൻ 100 രൂപ 150 രൂപ വേണം. നല്ല ഷാൾ കിട്ടാൻ 250 രൂപ വേണം. ആ 250 രൂപയ്ക്ക് നമുക്കൊരു കുട വാങ്ങി തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രം വാങ്ങി തന്നാൽ മതി. നമ്മുടെ 2 മാസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുക. അപ്പോൾ ഏറ്റവും പാവപ്പെട്ട ഒരു വീട്ടിൽ 2 3 കുട്ടികളുള്ള അപൂർവം ചില രക്ഷിതാക്കളുണ്ട്. ഒരു കുട്ടികളുടെ രക്ഷിതാവുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് പണിക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബം, മോൻ ഒരു ബാഗ് വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്ത രക്ഷിതാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. പുസ്തകം വേണമെന്ന് പറയുമ്പോൾ നീ വലിയ നോട്ട് പുസ്തകം വാങ്ങണ്ട, ചെറുത് വാങ്ങിയാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്, കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാമല്ലോ. നമ്മളൊരു മാറ്റം അത്തരം ആളുകളുടെ പ്രയാസങ്ങൾ കൂടി കണക്കിലെടുക്കുകയും നമുക്ക് പ്രസ്ഥാനം വിചാരിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഒരു സംവിധാനമൊക്കെ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താ ഉള്ളത്? നല്ല പ്രതികരണം. ഇന്നലെയൊക്കെ നമ്മൾ അമ്പലപ്പാറ അകവണ്ടയിൽ നിന്ന് തുടങ്ങിയപ്പോൾ അവർ ഒരു ബോക്സ് നിറയെ പുസ്തകങ്ങളും പഠനോപകരണങ്ങളും തന്നു. മറ്റൊരു ബോക്സിൽ അവർ പ്രായമായവർക്ക് കൊടുക്കാനുള്ള പുതപ്പ്, വിരി ഉൾപ്പെടെയുള്ള സംഗതി നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തരികയുണ്ടായി. നല്ല പ്രതികരണം. അതെ, നല്ല നിലയിലുള്ള പ്രതികരണം അതിന് വന്നിട്ട്. ഞാനൊരാളും ഷാൾ ഇടുമ്പോൾ, മാലിടുമ്പോൾ, റിബൺ ഇടുമ്പോൾ വേണ്ട, നോ എന്ന് പറഞ്ഞിട്ടില്ല. മൊമെന്റോസും അതെ, 5 കൊല്ലമായിട്ട് ഈ മൊമെന്റോസ് പലതും ചിലതൊക്കെ പൂപ്പൽ വന്നിട്ടൊക്കെ നാശമായി പോകും. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ ഒരു മൊമെന്റോ സ്നേഹത്തോടെ തരുമ്പോൾ അപ്പോൾ പതുക്കെ എന്നാൽ നമുക്ക് ഉപകാരമുള്ള ഒരു മുണ്ട് തന്നാൽ മതി, ഒരു ഷർട്ട് തന്നാൽ മതി. അപ്പോൾ നമുക്ക് അത്, അല്ലെങ്കിൽ ഒരു നല്ല ചപ്പൽ തന്നാൽ മതി. നമുക്ക്, ഞാൻ പറഞ്ഞത് അത് വേണമെന്നല്ല പറയുന്നത്. അപ്പോൾ 1000 രൂപയുടെ ഒരു മൊമെന്റോ തരുന്നതിന് പകരം നമുക്ക് അത് ഒരു ഉടുക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനം തന്നാൽ നമുക്കത് ബാക്കി നമുക്കെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. പറഞ്ഞാൽ അവസാനമായിട്ട് ചോദിക്കട്ടെ, എന്താണ് ഇനിയും ഒറ്റപ്പാലത്തെ വികസന കാഴ്ചപ്പാട്? നമ്മളൊരു മാനിഫെസ്റ്റോ, ഒന്ന് ഞാൻ ഒറ്റയ്ക്കൊരു കാഴ്ചപ്പാട് പറയുന്നത് ഒരു സുഖമല്ലല്ലോ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വിവിധ വിഭാഗം ജനങ്ങളുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. നമ്മുടെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺമാർ, മണ്ഡലത്തിലെ മുഴുവൻ ലൈബ്രറിയന്മാർ, വായനശാല സെക്രട്ടറി പ്രസിഡന്റുമാർ, ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ആ മേഖലയിൽ പണിയെടുക്കുന്നവർ, നമ്മുടെ നാട്ടിലെ ചുമട്ട് തൊഴിലാളികൾ, അതുപോലെ തന്നെ യുവജന ക്ലബ്ബുകൾ, SC പ്രൊമോട്ടർമാർ, മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ, എന്നോടൊപ്പം പ്രവർത്തിച്ച 4.5 കൊല്ലം എന്നോടൊപ്പം പ്രവർത്തിച്ചവരും ഇപ്പൊ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും, എല്ലാവരുമായിട്ട് നമ്മളൊരു ആശയ സംവാദം നടത്തുകയുണ്ടായി. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽസിന്റെ ഒരു യോഗം ഒറ്റപ്പാലത്ത് ചേർന്നു. നമ്മൾ ഇനി കാണാൻ ബാക്കിയുണ്ടായിരുന്ന ഒന്ന് തൊഴിലുറപ്പ് മേഖലയായിരുന്നു. അങ്ങനെ അതൊഴികെ ഏതാണ്ട് എല്ലാ വിഭാഗം ആളുകളുമായും നമ്മളൊരു ചർച്ച നടത്തി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ LDF കൂട്ടായി ഒരു മാനിഫെസ്റ്റോ ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഇനി എന്തെല്ലാം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു മാനിഫെസ്റ്റോ നമ്മുടെ ഒറ്റപ്പാലത്ത് വെച്ച് ശ്രീ അനിൽ രാധാകൃഷ്ണ മേനോനാണ് അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. നമ്മളൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ച് റോഡുകളുടെ കാര്യമുണ്ട്. നമുക്ക് തദ്ദേശ റോഡുകളാണ് അധികവും, PWD റോഡുണ്ട്. പിന്നെ നമുക്കുള്ള പണം അധികമില്ലാതെ തന്നെ നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്ന ചില പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ടൂറിസം രംഗത്തെ ചില സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ പൊതുവിൽ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇനിയും സമയം ഞാൻ എടുക്കുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. വലിയ ഭൂരിപക്ഷത്തോടു കൂടി താങ്കളെ വീണ്ടും ഇവിടെ കാണാൻ കഴിയട്ടെ. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛനമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. Celebration of 39 golden years. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA Sons Gold and Diamonds, Chaplasheri.